ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആക്കി തരാം. സോ നമ്മൾ ഈ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഓൾറെഡി പേഴ്സണൽ ഫൈനാൻസിനും ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിടാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണ് ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള. സോ ട്രേഡിങ്ങിന്റെ ഒരു ബേസിക്സ് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേമിലേക്ക് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ട്രേഡിംഗ് നമ്മൾ ചെയ്യാം. അതായത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ട്രേഡിങ്ങും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഉള്ള ടൈപ്പ് എന്ന് വെച്ചാൽ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ സെൽ ചെയ്യുന്നുണ്ട്, ഇൻട്രാഡേ ടൈപ്പ് ഉണ്ട്, അല്ലാന്നുണ്ട് ബൈ ടുഡേ സെൽ ടുമാറോ എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ട്. അതായത് ഇന്ന് വാങ്ങിയിട്ട് നാളെ സെൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റിലേക്ക് ഒരു മന്തിന്റെ എക്സ്പയറി വരെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്തായിരിക്കും വെച്ചാൽ കുറച്ചുകൂടി ഷോർട്ട് ടേമിലേക്ക് പ്രോഫിറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്ത് കംപ്ലീറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇറ്റ്സ് മെയിൻലി ഫോക്കസ് ഓൺ ലോങ് ടേം പർപ്പസ് ആയിരിക്കും. അതായത് നിങ്ങളൊരു ലോങ് ടേമിലേക്ക് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം 20 വർഷം 30 വർഷം എന്നുള്ള രീതിയിൽ ലോങ് ടേമിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. അപ്പം നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് ട്രേഡിങ്ങിലേക്ക് ചാടി കയറുന്നത്. സോ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ എന്താണ് ഈ അടുത്തൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മണി ഏൺ ചെയ്യാനും, അതായത് ഹൈലി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ട്രേഡിംഗ്. ഇതേപോലെ തന്നെ റിസ്ക് വളരെ കുറഞ്ഞ രീതിയിലും നല്ല റിട്ടേൺസ് വലിയ ടോപ്പ് രീതിയിലില്ലെങ്കിൽ കുറച്ചുകൂടി റിട്ടേൺസ് കുറവുള്ള രീതിയിൽ വരുന്നതാണ് എന്ത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റിംഗ് പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആക്റ്റീവും പാസീവും ഒക്കെ ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ്. സോ ഞാൻ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിംഗിൽ എന്താണ് റിസ്ക് വളരെ കുറവാണ് ആസ് കമ്പയർ വിത്ത് ട്രേഡിംഗ്. അതിനുള്ള ഇൻകം ഏൺ ചെയ്യുന്നതും കമ്പാരേറ്റീവ്ലി കുറവാണ്. ഒരു 1%, 5% ഒക്കെ മാക്സിമം ഒരു മന്ത്ലി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ട്രേഡിംഗ് ഒരൊറ്റ ട്രേഡിന് വേണമെങ്കിൽ 100% വരെ ജനറേറ്റ് ചെയ്യുന്ന ട്രേഡിങ്ങിന്റെ പോർട്ട്ഫോളിയോ വരെ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരെ നമുക്ക് ട്രേഡ്സ് എടുക്കാവുന്നതാണ്. സോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള അടുത്തൊരു മെയിൻ ഡിഫറൻസ് എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഗെയിമാണ് ഇത് കംപ്ലീറ്റ്ലി. അപ്പൊ ട്രേഡിങ്ങിന്റെ കേസിൽ ഇമോഷൻ നല്ല രീതിയിൽ ട്രിഗർ ആവും. പെട്ടെന്ന് നമ്മളൊരു ബൈ ചെയ്ത് നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഉണ്ടാവും ഒരു ഫാൾ ചെയ്യുന്നു. അവിടെ നമ്മളെ ഇമോഷണലി നമ്മൾ പോയിട്ട് നമ്മൾ അവിടെ പെട്ടെന്ന് സെല് ചെയ്യും. അതിനുശേഷം നല്ല രീതിയിൽ കയറി അപ്പർ സർക്യൂട്ട് എത്തുന്നവരെ രീതിയിൽ പോവാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ഒരു ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിംഗിന്റെ കേസിൽ നിങ്ങൾ ഇന്ന് ബൈ ചെയ്ത ചെറിയൊരു റിഫ്ലക്ഷൻ, ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊരു ലോങ് ടേമിലേക്ക് ഒരു 2 years ഒക്കെ കഴിയുമ്പോഴാണ് അതിലൊരു ഹൈ ഇൻകം ആയിട്ടൊക്കെ അത് കാണുക. അപ്പം നിങ്ങൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിംഗിൽ നിങ്ങൾ കുറച്ചുകൂടി ടൈം അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. സോ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്, ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതായത് നിങ്ങൾ ചാർട്ട് നോക്കി അനലൈസ് ചെയ്ത് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി പുതിയ ക്യാരക്ടർ ഫോം ചെയ്തോ, എന്തുകൊണ്ട്, പുതിയ അപ്ഡേറ്റ്സ് എന്താ, പുതിയ ഇൻഫർമേഷൻ, ഇപ്പം നടക്കുന്ന വല്ല ന്യൂസുകൾ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും വാർ നടക്കുക, അതിനനുസരിച്ച് നല്ല രീതിയിൽ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇൻ ദ കേസ് നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മൾ ഡേ ചാർട്ടാണ് നോക്കുന്നത്. 5 മിനിറ്റ്സോ 50 മിനിറ്റ്സോ അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ ഒക്കെ ചാർട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം ചില സമയത്ത് ഒരു 1 മിനിറ്റ് ക്യാൻഡിലൊക്കെ അത്രയും ഹ്യൂജ് ക്യാൻഡിൽ ഉണ്ടായി അത്രയും SL ഒക്കെ ഹിറ്റ് ചെയ്ത് ഹ്യൂജ് ക്രാഷ് ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ട്രേഡിംഗ് ആണ്. പക്ഷെ ഇൻവെസ്റ്റിംഗ് ആവുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത്ര അഗ്രസീവായിട്ട് നിങ്ങൾ ഡിസ്പ്ലേന്റെ മുന്നിൽ ഇരിക്കണം എന്നൊന്നുമില്ല. ഒരു ലോങ് ടേം പർപ്പസിലേക്ക് ഏകദേശം ഒരു ന്യൂസിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിംഗ്, ഇപ്പം നമ്മൾ പെട്രോൾ കാറൊക്കെ മാറി EV കാറുകൾ എന്തായാലും ആക്കണമെന്നൊരു ലോ വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫ്യൂച്ചറിലേക്ക് കുറച്ച് അങ്ങോട്ടേക്ക് ഈ EV ഇൻഡസ്ട്രി കുറച്ച് നല്ല രീതിയിൽ ബൂം ആവുന്ന നമുക്ക്
ഗസ് ചെയ്താൽ അറിയാലോ. സോ അപ്പൊ നമ്മൾ എന്താക്കി EV റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള. സോ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു സജഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ കംപ്ലീറ്റ്ലി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോന്റെ മെയിൻ ഉദ്ദേശം. സോ നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻസൈറ്റ്സ് കിട്ടി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഇതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് റിലേറ്റ് ചെയ്യുന്ന എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കാരണം ഞാൻ ട്രേഡിങ്ങും ചെയ്ത് ഇൻവെസ്റ്റിംഗും ചെയ്യുന്നുണ്ട്, അതിലൂടെ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, ലോസസ് വന്നിട്ടുണ്ട്. ഒരു ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.